എപ്പിസോഡ് തുടങ്ങുന്നതിന് നമ്മുടെ ചേനിനെയും അതേപോലെ ജിയോങ്ങിനെയും കാണിച്ചുകൊണ്ടാണ്. ഇവിടെയായിട്ട് നമ്മുടെ ചേനിക്കാണെങ്കിൽ വലിയതായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അവളെ കഴുത്തിൽ നിന്ന് നല്ലതുപോലെ ബ്ലഡ് വരുന്നുമുണ്ട്. ഇവിടെയായിട്ട് നമ്മുടെ ജിയോങ് ആണെങ്കിൽ നല്ലതുപോലെ പേടിച്ചു പോയിട്ടുണ്ട്. ചേനിയുടെ അവസ്ഥയെപ്പറ്റി പറയുവാണെങ്കിൽ അവൾക്ക് ഇപ്പോൾ ജീവനില്ല, അവൾ മരിച്ചു പോയിരിക്കുകയാണ്. ഇത് കാണുന്നത് നമ്മുടെ ജിയോങ് ഭയങ്കരമായിട്ട് അങ്ങ് ഞെട്ടിപ്പോവും. അവനാണെങ്കിൽ എങ്ങനെയെങ്കിലും ചേനീനെ തിരിച്ച് ജീവനിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യും. എന്നാൽ ഒന്നും തന്നെ നടക്കത്തില്ല. ഇവിടെയായിട്ട് പെട്ടെന്ന് തന്നെ നമ്മളുടെ ചേനിയുടെ കണ്ണൊക്കെ അനങ്ങുന്നുണ്ടായിരുന്നു. അവൾക്ക് പെട്ടെന്ന് തന്നെ ജീവൻ വയ്ക്കും. ഇത് കാണുന്നേ നമ്മുടെ ജിയോങ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ചു പോവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് അവനൊരു കാര്യം കൺഫേം ആവുമല്ലേ, അതായത് അവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു എറ്റേണൽ കിഡ് വേറെ ആരുമില്ല, അത് നമ്മുടെ ചെയിന് തന്നെയായെന്ന്. ഇവിടെയായിട്ട് അവൻ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കും. ഇവിടെയായിട്ട് അവളുടെ ഹേർട്ടിന് സർജറി നടത്തിയിട്ടുണ്ട്. അതായത് അവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അവൻ്റെ ഫ്രണ്ടായിട്ടുള്ള എറ്റേണൽ കിഡ് അല്ല ഇവള്, പകരം അവൻ്റെ ഫ്രണ്ടിന് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മളുടെ ജിയോങ്ങിന് കൺഫേം ആവും. അതിനുശേഷം കാണിക്കുന്ന മറ്റേ സൂപ്പർ പവേഴ്സ് ഉള്ള ആ കുട്ടികളെയാണ്. അവിടെയായിട്ട് നമ്മളുടെ ഈ ജിയോങ്ങിൻ്റെ കണക്ക് തന്നെ പവറുള്ള ഒരുത്തനില്ലേ, അവനാണെങ്കിൽ ഇപ്പോൾ വയ്യാണ്ട് കിടക്കുമായിരുന്നു. സത്യത്തിൽ ഇവൻ്റെ പവർ അധികമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സൈഡ് എഫക്റ്റ് ആയിട്ട് തിരിച്ചവൻ എന്തെങ്കിലുമൊക്കെ പറ്റും. അതായത് അവൻ്റെ കൈയെല്ലാം ഒരുമാതിരി കല്ലാവുന്നത് പോലെ ആയിട്ടാണ് അവനിപ്പോൾ ബെഡ് റെസ്റ്റ് എടുക്കുന്നത്. ഇവിടെയായിട്ട് മറ്റേ ഹാലുസിനേഷൻ വരുത്തുന്ന പെണ്ണില്ലേ, ആ പെണ്ണാണെങ്കിൽ അവിടെ അവൻ്റെ അടുത്ത് പറയും, നീ എന്തിനാ ജിയോങ്ങിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പോയത്, അവൻ പണ്ട് തൊട്ടേ സുന്ദരനല്ലേ. ഇവിടെയായിട്ട് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതായത് നമ്മുടെ ജിയോങ് ആണെങ്കിൽ അവിടെ ആ സെല്ലിലായിട്ട് കിടന്ന സമയത്തായിരുന്നാലും ഈ ഹാലുസിനേഷൻ വരുത്തുന്ന പെണ്ണില്ലേ, അവളാണെങ്കിൽ നമ്മുടെ ജിയോങ്ങിന് വേണ്ടിയിട്ട് അവന് നല്ല നല്ല മീനെയൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവൾക്ക് അന്ന് തൊട്ടേ അവൻ്റെ അടുത്ത് വലിയൊരു ക്രഷ് തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം കാണിക്കുന്നത് നമ്മളുടെ ചേനിയാണെങ്കിൽ ജിയോങ്ങുമായിട്ട് തിരിച്ചവളുടെ സ്ഥലത്തായിട്ട് തന്നെ വരുന്നതാണ്. ഇവിടെയായിട്ട് നമ്മുടെ ജിയോങ്ങിനായിരുന്നാലും നല്ലതുപോലെ പരിക്ക് പറ്റിയിട്ടുണ്ട്. അവനിപ്പോൾ ബോധം കെട്ടി കിടക്കുവാണ്. ഇവിടെയായിട്ട് നമ്മുടെ മിസ്സസ് സോങ് ആയിരുന്നാലും അതേപോലെ റോബിനായിരുന്നാലും ചേനിയുടെ കാര്യത്തിലൊക്കെ ഭയങ്കര ടെൻഷനിലായിരുന്നു. അതേസമയം തന്നെ നമ്മുടെ ചേനീനെ കാണിക്കും. അവളായിരുന്നാലും ജിയോങ്ങിനെ നല്ലതുപോലെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക. അവൻ്റെ ദേഹത്തെല്ലാം നല്ല പാടുണ്ട്. അവളായിരുന്നാലും വിചാരിക്കും അവൻ എന്ത് പറ്റിയതാ എന്ന്. ഇവിടെയായിട്ട് നമ്മുടെ ജിയോങ്ങിനായിരുന്നാലും എന്തൊക്കെ സ്വപ്നങ്ങൾ വരുന്നുണ്ടായിരുന്നു. അവൻ്റെ അമ്മേനെ പറ്റിയിട്ടാണ് സ്വപ്നം കാണുന്നത്. അതിൻ്റെ പേരിൽ അവൻ നമ്മളുടെ ചേനിയുടെ കയ്യിലായിട്ടും കയറി പിടിക്കും. ചേനിക്കായിരുന്നാലും ഒന്നും മനസ്സിലാവത്തില്ല. അവളെ എങ്ങനെയെങ്കിലും അവൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മളുടെ ജിയോങ് അൺകോൺഷ്യസ് ആയിട്ട് നമ്മളുടെ ചേനിയുടെ കയ്യിലായിട്ട് കയറി പിടിക്കും. എന്നിട്ട് അവൻ്റെ അമ്മയടുത്ത് സംസാരിക്കുന്നത് പോലെ എന്തൊക്കെയോ പിച്ചും പെയ്യും പറയും. ഇവിടെയായിട്ട് നമ്മളുടെ ജിയോങ് ആണെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ട് അവൻ്റെ ചുറ്റിനുള്ള സാധനങ്ങളെല്ലാം ഭയങ്കരമായിട്ട് വലിച്ചെറിയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കാണുന്നത് നമ്മളുടെ ചേനിക്കൊന്നും മനസ്സിലാവത്തില്ല. അവൾക്ക് ഇവിടെയായിട്ട് ഒരു കാര്യം മാത്രം വ്യക്തമാവും, നമ്മളുടെ ജിയോങ് മെൻ്റലി ഓക്കെ അല്ല എന്ന്. അതുകൊണ്ട് തന്നെ അവൾ വേഗം തന്നെ വന്നിട്ട് അവളുടെ വീട്ടിൽ മുത്തശ്ശീനെ കണ്ടിട്ട് പറയും, എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ പറക്കി കെട്ടി അവിടെ നിന്ന് അപ്പോഴേ എസ്കേപ്പ് ആവും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജിയോങ്ങിൻ്റെ വീട്ടിലാണ്. അവൻ കണ്ണുറന്ന് നോക്കുമ്പോൾ അവിടെ മൊത്തത്തിലെല്ലാം മാറിയിരിക്കുക. നമ്മുടെ ചേനിയായിരുന്നാലും അവിടെ വന്നിട്ട് വലിയ വലിയ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവൻ എപ്പോഴും അവിടുത്തെ കസേരയൊക്കെ നീക്കുന്ന സമയത്ത് താഴെയുള്ള ആൻറ്റി വന്നിട്ട് വഴക്ക് പറയുമായിരുന്നു, എന്തിനാ നീ ഇത്ര സൗണ്ട് വയ്ക്കുന്നതെന്ന് ചോദിച്ചിട്ട്. ഇവിടെയായിട്ട് നമ്മുടെ ചേനി അതിനെല്ലാം പരിഹാരം കണ്ടിട്ടുണ്ട്. അവൾ അവന് വേണ്ടിയിട്ട് ഫുഡൊക്കെ കുക്ക് ചെയ്ത് കൊടുക്കും. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ നമ്മളുടെ ജിയോങ്ങിൻ്റെ ആ ഓഫീസിലായിട്ട് ചേനിയും ടീമും കൂടി വന്ന് നിൽക്കുന്നതാണ്. അവിടെ വരുന്ന ആൾക്കാർക്കെല്ലാം ഇവർ ടോക്കൺ എടുത്ത് കൊടുക്കുകയും അങ്ങനെയുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. അവരെന്നിട്ട് നമ്മുടെ ജിയോങ്ങിനെ കാണുന്നതും പറയും, ഗുരുജി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം, ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണമെന്നും പറഞ്ഞ് അവൻ്റെ കൂടെ നടക്കാനായിട്ട് തുടങ്ങും. ഇവൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് അവിടെ നിന്നിട്ട് ആ ഒറ്റക്കണ്ണുള്ള പെണ്ണില്ലേ, അതായത് ഹാലുസിനേഷൻ വരുത്തുന്നത്, അവളും കാണുന്നുണ്ടായിരുന്നു. ഇവിടെയായിട്ട് നമ്മളുടെ ജിയോങ് ആയിരുന്നാലും 3 പേരും പിടിച്ചിരുത്തിയിട്ട് പറയും, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളുടെ ഇമോഷൻസ് എപ്പോഴാണ് പീക്കിലെത്തുന്നത്, എപ്പോഴാണ് നിങ്ങളുടെ കയ്യിൽ പവേഴ്സ് വരുന്നത് എന്നുള്ള കാര്യമെല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് കണ്ടുപിടിക്കണം. അതിന് നിങ്ങൾ ഇവിടെ നിന്ന് അതിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്താലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കൂടെയായിട്ട് കൂടും. ഇവിടെയായിട്ട് ഇവർക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റോബിന് ഇൻസൾട്ട് ആയാൽ മാത്രമേ ശക്തി വരത്തുള്ളൂ. അതേപോലെ തന്നെ ചേനിക്ക് അവളുടെ ഹാർട്ട് ബീറ്റ് കൂടിയാൽ മാത്രമേ ശക്തി വരത്തുള്ളൂ. എന്നാൽ നമ്മുടെ മിസ്സസ് സോങ്ങിന് എന്ത് ചെയ്താലാണ് ശക്തി വരുന്നതെന്ന് ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇവിടെയായിട്ട് നമ്മളുടെ ജിയോങ് ആയിരുന്നാലും റോബിൻ്റെ ആ ഒരു ശക്തിയുടെ മുമ്പിലൊന്ന് പെട്ടുപോകും. കാര്യം ഇവൻ്റെ കൈ അറിയാണ്ട് നമ്മളുടെ റോബിൻ്റെ കൈയുടെ ഇടയിലായി പോവും. നമ്മളുടെ ജിയോങ്ങിൻ്റെ കൈ ആണെങ്കിൽ ഒരു പരുവായി പോവും. കാര്യം നമ്മളുടെ റോബിൻ നല്ലതുപോലെ ഞെക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മളുടെ ചേനിയായിരുന്നാലും അവളുടെ പവേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. ഇവിടെയായിട്ട് പെട്ടെന്ന് തന്നെ നമ്മളുടെ ആ ഒറ്റക്കണ്ണുള്ള പെണ്ണില്ലേ, അവൾ വന്നിട്ട് നമ്മളുടെ ജിയോങ്ങിൻ്റെ അടുത്തായിട്ട് വലിയൊരു ഹാലുസിനേഷൻ തന്നെ നടത്തും. അതായത് അവന് ചുറ്റും മീൻ പറക്കുന്നത് പോലെ കാണിച്ചിട്ട്. അതേസമയം തന്നെ നമ്മളുടെ ചേനിയും ടീമും ഇല്ലേ, അവർ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചുറ്റിന് ഒരുപാട് കോക്രോച്ചുകൾ വരുന്നതായിട്ടാണ്. ഇവരങ്ങനെ ഭയങ്കരമായിട്ട് പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നടക്കാനൊക്കെ തുടങ്ങും. പെട്ടെന്ന്
സമയം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണുന്നതെന്ന് വെച്ചാൽ ഒരാൾ മറ്റേയാളെ കാണുന്നത് തന്നെ ഒരു കോക്രോച്ച് ആയിട്ടാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടാനായിട്ട് തുടങ്ങും. ഇവിടെയായിട്ട് നമ്മളുടെ ജിയോങ്ങിന് ഇതെല്ലാം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഈ പെണ്ണിൻ്റെ അടുത്ത് ആ ഒരു ഹാലുസിനേഷനിൽ തന്നെ നിന്നിട്ട് സംസാരിക്കാനായിട്ടിരുങ്ങും. നിങ്ങൾ ഇത്രയും നാളും വിളിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പാപ്പയെന്ന് പറയുന്ന ആളില്ലേ, അയാൾ നിങ്ങളെ നല്ലതുപോലെ കെയർ ചെയ്യുന്നു എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അങ്ങനെ ഒന്നുമില്ല. അയാൾക്ക് അയാളുടേതായിട്ടുള്ള കുറേ ലക്ഷ്യങ്ങളുണ്ട്, അത് നേടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ യൂസ് ചെയ്യുന്നതെന്ന് പറയും. ഇത് കേൾക്കുന്ന ആ പെണ്ണത് സമ്മതിച്ചു കൊടുക്കത്തൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ ജിയോ അങ്ങ് അവൻ്റെ പവർ യൂസ് ചെയ്തിട്ട് ഇവളുടെ കഴുത്തിനായിട്ട് കയറി പിടിക്കും. എന്നിട്ട് അവളെ വേഗം തന്നെ അവിടെ നിന്ന് അങ്ങ് പുറത്താക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാലുസിനേഷൻ ചെയ്യുന്ന പെണ്ണില്ലേ, അവളാണെങ്കിൽ അവളുടെ ചേച്ചിയെടുത്ത് വന്നിട്ട് സംസാരിക്കുന്നതാണ്. അതേസമയം തന്നെ ആ ലാബിലായിട്ട് ഒരാളെ ആണെങ്കിൽ ഈ ഉപയോഗമില്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ആ പ്രൊഫസറില്ലേ, അയാൾ പറയുന്നത് ഇവനെ കൊണ്ട് ഡംപ് ചെയ്തരേ എന്ന്. ഇത് കാണുന്നത് നമ്മളുടെ ഈ കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരുത്തിയാണെങ്കിൽ പറയും, നോക്കിയാണേ അച്ഛനാണെങ്കിൽ അയാളെ ഇപ്പോൾ കൊണ്ടുപോയി കൊല്ലാൻ പറഞ്ഞിരിക്കുക, അയാൾക്ക് ഇനി ഉപയോഗമൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഇതേപോലെ ഫ്യൂച്ചറിൽ നമ്മളെ കൊണ്ട് ഉപയോഗം ഇല്ലാണ്ടാവുമ്പോൾ അച്ഛൻ ഇതുപോലെ നമ്മുടെ അടുത്തും കാണിക്കുമോ? എന്നാൽ അവളുടെ ചേച്ചിയാണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാൻ റെഡി ആയിരുന്നില്ല. അവൾ പറയാം, അങ്ങനെയൊന്നും ആരും ചെയ്യത്തില്ല, നീ മിണ്ടാതിരിക്കുക എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ചേനിയും അതേപോലെ ജിയോയും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ്. ഇവിടെയായിട്ട് ജിയോങ് ആണെങ്കിൽ നമ്മളുടെ ചെയിനി എടുത്ത് എല്ലാ കാര്യങ്ങളും പറയും. നീ ആ വണ്ടർ കിട്ടുകളുടെ മുമ്പിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറി നടക്കണം, അവർ നിന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. അതുമല്ല, നീ തന്നെയാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു എറ്റേണൽ കിഡ്. അതെങ്ങനെയാണ് എന്താണ് സംഭവിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കൊരു കാര്യം മാത്രം മനസ്സിലായി, നിൻ്റെ ഹേർട്ടിൻ്റെ സർജറി കഴിഞ്ഞിട്ടുണ്ട്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ ഇതേപോലെ എറ്റേണൽ കിഡായിരുന്നു, അവന് മരണമേ ഉണ്ടായിരുന്നില്ല. എന്നാൽ നിനക്കറിയാത്തൊരു സത്യം കൂടിയുണ്ട്, നിൻ്റെ മുത്തശ്ശി തന്നെയാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ക്യാഷ് കൊടുത്തത്. അതിൻ്റെ പിന്നിൽ എന്തായിരുന്നു എന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാൽ അവസാനം അവിടെ തീ പിടിച്ചിട്ടാണ് അതെല്ലാം ഇല്ലാണ്ടായത് എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ചെയിനിക്കൊന്നും മനസ്സിലാവത്തില്ല. അവൻ അവിടെ പറയും, നീ ഇപ്പോൾ കൂടുതലൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല, നിനക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നീ നേരെ നിൻ്റെ മുത്തശ്ശി എടുത്ത് എന്ന് ചോദിച്ചാൽ മാത്രം മതിയെന്ന്. നമ്മളുടെ ചെയിനിക്കായിരുന്നാലും ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അവളങ്ങനെ നേരെ വന്നിട്ട് മുത്തശ്ശി എടുത്ത് നടന്ന കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇവിടെയായിട്ട് മുത്തശ്ശിയായിരുന്നാലും പണ്ടത്തെ ഒരു ഫോട്ടോ കാണിക്കും. സത്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ആ എറ്റേണൽ കിഡില്ലേ, അവൻ്റെ തലയ്ക്ക് നല്ലതുപോലെ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അവനെ ഇപ്പോൾ തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അവനിപ്പോൾ മരിച്ചിട്ടുമില്ല, ജീവനോടെയും ഉണ്ട്. അങ്ങനെയുള്ള ഒരു മിഡിലായിട്ടുള്ളൊരു സ്റ്റേജിലായിട്ടാണ് നിൽക്കുന്നത്. അവന് നല്ലതുപോലെ വേദനയും അറിയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് നമ്മളുടെ മുത്തശ്ശി പറയും, അങ്ങനെയാണെങ്കിൽ നമുക്കിവനെ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്താം. എൻ്റെ ചെറുമോൾക്കായിരുന്നാലും കുഞ്ഞിലെ തൊട്ടേ ഹേർട്ടിൻ്റെ അസുഖമുള്ളതാണ്. അപ്പോൾ അവളുടെ ഹേർട്ടും ഇവൻ്റെ ഹേർട്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാമെന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ചെയിനി ഭയങ്കരമായിട്ട് തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അവൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മുത്തശ്ശിയുടെ ഫേസ് അല്ലേ അവളിപ്പോൾ ഇവിടെ കണ്ടത്. അവൾ അവിടെ പറയും, എനിക്ക് വിശ്വസിക്കാൻ കൂടി പറ്റുന്നില്ല, എൻ്റെ മുത്തശ്ശി എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു കാര്യം ചെയ്തു എന്ന്. എത്രയൊക്കെ പറഞ്ഞാലും അവൻ്റെ ഒരു അവസരത്തിനെയല്ലേ ഞാൻ തട്ടിയെടുത്തത്, എൻ്റെ ജീവിതം അത്രയ്ക്ക് സ്പെഷ്യലൊന്നും ആയിരുന്നില്ലല്ലോ എന്നും പറഞ്ഞിട്ട് നമ്മളുടെ ചെയിനിയാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി എങ്ങ് പോകും. അവൾക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. അതേസമയം തന്നെ നല്ല ഗിൽറ്റി ഫീലും ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളാണെങ്കിൽ ആ ചെറുക്കന് ജീവിക്കാനുള്ള അവസരമല്ലേ നിഷേധിച്ചത്. അതേപോലെ തന്നെ അവനാണെങ്കിൽ നമ്മളുടെ ജിയോങ്ങിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ആയിരുന്നില്ലേ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ചെയിനി ഭയങ്കര ഡെസ്പായിട്ട് നടക്കും. ഇവിടെയായിട്ട് നമ്മളുടെ ജിയോങ്ങിനായിരുന്നാലും ചെയിനിയുടെ കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവൻ എപ്പോഴും അവളുടെ കൂടെ നടന്ന് അവളെ എങ്ങനെയെങ്കിലുമൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കും. മഴ പെയ്യുമ്പോൾ കുട പിടിച്ചു കൊടുത്തിട്ടും അതേപോലെ ഓടയിലെ ആ ഒരു അടപ്പൊക്കെ തുറന്നു കിടക്കുന്നത് അതൊക്കെ അടച്ചു കൊടുത്തിട്ടും ഒക്കെ ആയിട്ട്. അതിനുശേഷം കാണിക്കുന്ന നമ്മളുടെ മുത്തശ്ശീനെയാണ്. മുത്തശ്ശിയാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ആ എക്സ് ഡിറ്റക്റ്റീവ് ഇല്ലേ, അവനെ വിളിച്ചിട്ട് പറയും, നീ ആണെങ്കിൽ ആ പള്ളിയിലുള്ള ആൾക്കാരെ എന്താ ചെയ്യുന്നതെന്നുള്ളതെല്ലാം കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ, എനിക്ക് എൻ്റെ ചെറുമോളെ രക്ഷിക്കാനായിട്ടാ എന്ന്. അതിനുശേഷം കാണിക്കുന്ന അവൻ നേരെ ആ പള്ളിയിലായിട്ട് വരുന്നതാണ്. അവിടെയായിട്ട് നമ്മളുടെ ആ വണ്ടർ കിഡുകളില്ലേ, അവർ തന്നെയാണ് അവരുടെ പവറൊക്കെ യൂസ് ചെയ്തിട്ട് പാവപ്പെട്ട ആൾക്കാരെല്ലാം വിശ്വസിപ്പിച്ചെടുക്കുന്നത്. അതായത് ദൈവം അവരുടെ കൂടെയുണ്ട്, ഇവർ പറഞ്ഞ ദൈവം അതെല്ലാം കേൾക്കും, അനുസരിക്കും എന്നൊക്കെയുള്ള രീതിയിലായിട്ട്. ഇതൊക്കെ കാണുന്നതും ആ എക്സ് ഡിറ്റക്റ്റീവ് ആയിരുന്നാലും ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കാണിക്കുന്നത് നമ്മളുടെ ചെയിനി 2-3 ദിവസത്തേക്ക് വീട്ടിൽ ചെല്ലാത്തതാണ്. അവസാനം അവളാണെങ്കിൽ വിശന്നിട്ട് ഒരു ദിവസമാണെങ്കിൽ നമ്മളുടെ ജിയോങ്ങിൻ്റെ വീട്ടിലായിട്ടങ്ങ് വരും. അവനായിരുന്നാലും ഇവളെ കൊണ്ടുപോയിട്ട് അവൾക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കും. എന്നിട്ട് നമ്മുടെ ജിയോങ് പറയും, നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അതൊന്നും നിൻ്റെ കയ്യിലുണ്ടായിരുന്നതല്ലല്ലോ, അതിനെപ്പറ്റി ആലോചിച്ച് നീ റിഗ്രറ്റ് അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന്. അതേസമയം തന്നെ നമ്മളുടെ മുത്തശ്ശീനെ കാണിക്കും. മുത്തശ്ശിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. മുത്തശ്ശി നമ്മുടെ ചെയിനിനെ
കുഞ്ഞിനെ പോലെ തന്നെയാണ് അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് കരയുന്നത്. അതിനുശേഷം കാണിക്കുന്ന മുത്തശ്ശിയാണെങ്കിൽ നമ്മുടെ റോബിൻ്റെ കയ്യിലായിട്ട് ചേനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫുഡൊക്കെ കൊടുത്തയക്കുന്നതാണ്. ഇതൊക്കെ കാണുന്ന നമ്മുടെ ചേനിയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ടുണ്ടായിരുന്നു. അവൾ നേരെ തന്നെ അവളുടെ മുത്തശ്ശിനെ കാണാൻ വേണ്ടിയിട്ട് വരും. മുത്തശ്ശി എടുത്ത് പറയും, എന്തായിരുന്നാലും ഈ ഫുഡിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്, എനിക്കതെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എന്നാലും എൻ്റെ മൈൻഡൊന്നും അത്ര ഓക്കെ അല്ല എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ ആ ഫുഡൊക്കെ തിരിച്ചുകൊണ്ടുവന്ന് കൊടുക്കും. നമ്മുടെ മുത്തശ്ശിക്കായിരുന്നാലും നല്ല വിഷമമായിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മുടെ ചേനി പറയും, എനിക്ക് നന്നായിട്ടറിയാം അതൊന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാര്യമല്ല എന്ന്, അതുകൊണ്ട് ഞാൻ റിഗ്രറ്റ് അടിച്ചിട്ടും കാര്യമില്ല, എന്നാലും ഞാൻ നല്ലതുപോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നതായിരിക്കും, വലിയ അസുഖമൊന്നും വരാണ്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ട് നോക്കും എന്നൊക്കെ മുത്തശ്ശി എടുത്ത് പറയും. ഇതൊക്കെ കേൾക്കുന്നേ മുത്തശ്ശിക്ക് നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കാണിക്കുന്ന നമ്മളുടെ ചേനിയും അതേപോലെ റോബിനും കൂടി ജിയോങ്ങിൻ്റെ വീട്ടിലായിട്ട് നിൽക്കുന്നതാണ്. ഇവിടെയായിട്ട് നമ്മുടെ ചേനിയാണെങ്കിൽ ജിയോങ്ങിൻ്റെ അടുത്ത് പറയുന്നത് തന്നെ ഒരാണും ഒരു പെണ്ണും കൂടി ഒരുമിച്ച് നിൽക്കുന്നത് അത്ര ശരിയല്ലല്ലോ, ആൾക്കാർ ഓരോന്ന് പറയത്തില്ലേ, അതുകൊണ്ടാണ് നമുക്ക് കൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ എന്താ റോബിനെയും കൂടി കൊണ്ടുവന്നിരിക്കുന്നേ എന്ന്. അങ്ങനെ ഇവർ 3 പേരോട് കിടന്നുറങ്ങും. ഇവിടെയായിട്ട് നമ്മളുടെ ജിയോങ്ങിനായിരുന്നാലും ഇവരാദ്യമേ അവൻ്റെ വീട്ടിലായിട്ട് വരുന്നതൊക്കെ ഒട്ടും ഇഷ്ടമായിരുന്നില്ല, എന്നാൽ ഇപ്പോൾ അവനത് നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ ചേനി അതേപോലെ റോബിൻ മിസ്സസും ഇവർ 3 പേരോട് ചേർന്നിട്ട് അവൻ്റെ വീട്ടിലിപ്പോൾ പകൽ വിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ ജിയോങ് ആയിരുന്നാലും ഓഫീസിൽ വന്നിട്ട് ഇവരെ വിളിച്ചിട്ട് ചോദിക്കും, നിങ്ങളിപ്പോൾ എൻ്റെ വീട്ടിലാണോ എന്ന്. എന്നാൽ നമ്മുടെ ചേനി അതൊന്നും പറയാൻ റെഡി ആയിരുന്നില്ല. അവൾ പറയും, ഞങ്ങളിപ്പോൾ വേറെ സ്ഥലത്താണെന്ന് പറഞ്ഞിട്ട് അവനെ എങ്ങനെയെങ്കിലും ഡിവൈറ്റ് ചെയ്ത് വിടും. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചേനിയും റോബിനും അതേപോലെ മിസ്സസും ഇങ്ങനെയും തന്നെയാണ്. ഇവരുടെ അടുത്തായിട്ട് ജിയോങ് വന്നിട്ട് ചോദിക്കും, നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ പവർ എങ്ങനെയാണ് വരുന്നത് പോകുന്നതെന്ന് വല്ലതും കണ്ടുപിടിച്ചോ. ഇവിടെയായിട്ട് നമ്മുടെ റോബിനും അതേപോലെ ചേനിക്കും ചെറിയൊരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ നമ്മളുടെ മിസ്സസോങ്ങിന് അതിനെപ്പറ്റി യാതൊരുവിധ ഐഡിയയും ഇല്ല. അവൻ എപ്പോഴൊക്കെയാണോ കള്ളം പറയുന്നത് അപ്പോഴൊക്കെ തന്നെയാണ് അവൻ്റെ കൈയും കാലും ഒക്കെ ഒട്ടിപ്പിടിക്കുന്നത്. എന്നാൽ അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, ഈ പവർ എപ്പോഴാണ് പോകുന്നത്, അങ്ങനെയുള്ളതിനെ പറ്റി യാതൊരുവിധ ഐഡിയയും ഉണ്ടായിരുന്നില്ല. ഇവിടെയായിട്ട് നമ്മുടെ ചേനിക്കാണെങ്കിൽ കോഫി കുടിച്ചുകൂടായിരുന്നു. അവൾക്ക് കോഫി കുടിച്ചു കഴിഞ്ഞാൽ അവളുടെ ശരീരത്തിലെ ഹാർട്ട് ബീറ്റൊക്കെ കൂടിയിട്ട് വല്ലാണ്ട് വരും. അതുകൊണ്ട് അവൾ കുറേ കാലമായിട്ട് കഴിക്കാണ്ടിരുന്നൊരു സാധനം ഇവിടെ അവൾ ആക്സിഡൻ്റലി എടുത്തങ്ങ് കുടിച്ചു വെക്കും. പെട്ടെന്ന് തന്നെ അവളുടെ ഹാർട്ട് ബീറ്റൊക്കെ നല്ലതുപോലെ കൂടിയിട്ട് അവൾ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് ഓരോരോ സ്ഥലത്തോട്ട് ഇങ്ങനെ മാഞ്ഞു പോകുമായിരുന്നു. അവൾക്ക് തന്നെ മനസ്സിലാവത്തില്ല അവളിപ്പോൾ ഏതൊക്കെ എയർപോർട്ടിലാണ് ചെന്ന് നിൽക്കുന്നത് എന്ന്. അത്രയ്ക്കും ടെലിപ്പോർട്ട് അവക്കുമായിരുന്നു. ഇവിടെയായിട്ട് നമ്മുടെ ജിയോങ് ആയിരുന്നാലും വന്നിട്ട് ചേനിയെടുത്ത് പറയും, നീ എവിടേക്കായി പോകുന്നത്, ഇപ്പം എൻ്റെ മുമ്പിലേക്ക് വരണോ എന്ന്. പെട്ടെന്ന് തന്നെ അവൾ അവിടെ പ്രത്യക്ഷപ്പെടും. എന്നാൽ ആ സെക്കൻഡിൽ തന്നെ ജിയോങ്ങിൻ്റെ കൈ പിടിച്ച് അവൾ വീണ്ടും ടെലിപ്പോർട്ടായി പോയിട്ടുണ്ടായിരുന്നു. അവൾ ജിയോങ്ങിനെ കൊണ്ട് വന്നത് ഒരു ബീച്ചിൻ്റെ അടുത്തായിട്ടായിരുന്നു. എന്നാൽ ആ സെക്കൻഡിൽ തന്നെ അവൾ ടെലിപ്പോർട്ടായിട്ട് തിരിച്ച് അവളുടെ സ്ഥലത്തോട്ട് വരികയും ചെയ്യും. എന്നാൽ ഇവിടെയായിട്ട് നമ്മുടെ ജിയോങ് അവളുടെ അടുത്ത് പറയും, നീ എന്നെ കളഞ്ഞിട്ട് ഇത് എവിടോട്ടാണ് പോയിരിക്കുന്നത്, എനിക്ക് തിരിച്ചു വരാനുള്ള വഴി പോലും അറിയത്തില്ല എന്ന്. നമ്മളുടെ ഈ ചേനിയാണെങ്കിൽ ഇവനെ കാണാൻ വേണ്ടിയിട്ട് പലതവണ ആ ബീച്ചിലായിട്ട് വരും. എന്നാൽ അവർക്ക് 2 പേർക്കും കൈയും കയറി പിടിക്കാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചേനി ഇവൻ്റെ അടുത്തോട്ട് ഓടി വരുന്ന സമയത്ത് അവളുടെ ഹാർട്ട് ബീറ്റ് കൂടിയിട്ട് അവൾ വീണ്ടും അവിടെ നിന്ന് ടെലിപ്പോർട്ടായിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ജിയോങ്ങിനായിരുന്നാലും ഒന്നും മനസ്സിലാവത്തില്ല. അവസാനം ഒരു വഴിയും ഇല്ലാണ്ട് ജിയോങ് സ്വന്തമായിട്ട് വണ്ടി വിളിച്ചിട്ടാണ് വീട്ടിലായിട്ട് വരുന്നത്. അതേസമയം തന്നെ നമ്മുടെ ചേനീനെ കാണിക്കും, അവളിപ്പോൾ അവിടത്തേക്ക് നല്ലതുപോലെ ഫുഡിൻ്റെ കറിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇവിടെയായിട്ട് നമ്മുടെ ജിയോങ് വരുന്നതും പെട്ടെന്ന് തന്നെ ചേനിയും അവളുടെ ഫ്രണ്ട്സും പറയും, ഇന്ന് നിൻ്റെ ബർത്ത്ഡേ അല്ലേ, നമുക്കത് സെലിബ്രേറ്റ് ചെയ്യാം, അതിന് വേണ്ടിയിട്ടാണ് നല്ല രീതിയിലുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്നതെന്ന്. എന്നാൽ നമ്മുടെ ജിയോങ് അവിടെ പറയും, യഥാർത്ഥത്തിൽ ഇത് എൻ്റെ ഒറിജിനൽ ബർത്ത്ഡേ ഒന്നും അല്ല, യഥാർത്ഥത്തിലുള്ള ബർത്ത്ഡേ എന്നാണ് എനിക്ക് നല്ലതുപോലെ അറിയത്തുമില്ല. എന്നാൽ നമ്മുടെ ചേനി പറയും, അതിലൊന്നും ഒരു കുഴപ്പമില്ല, പിന്നെ നമ്മൾ പറയുന്ന ദിവസം തന്നെയായിരിക്കും നിൻ്റെ ബർത്ത്ഡേ എന്നും പറഞ്ഞിട്ട് അവൾ രാത്രി തന്നെ ഇവന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ആയി കഴിഞ്ഞാൽ കേക്ക് നല്ല ലാഭത്തിന് കിട്ടുമെന്ന് ആലോചിച്ചിട്ട്. അങ്ങനെ അവൾ കേക്ക് വാങ്ങിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവിടെയായിട്ട് നമ്മുടെ ജിയോങ് നിൽക്കുമായിരുന്നു. അവനാണെങ്കിൽ ചെയിനിനെ പിടിച്ചെടുത്ത് സംസാരിക്കാനൊരുങ്ങും. അവൻ ചോദിക്കും, അല്ല നീ എന്തിനാ എൻ്റെ ബർത്ത്ഡേക്ക് ഇങ്ങനെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത്, എനിക്കതൊന്നും ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. എന്നാൽ നമ്മുടെ ചേനി പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമല്ല, നീ ഞങ്ങളുടെ ഫേവറേറ്റ് അല്ലേ, നീ ഞങ്ങളുടെ മാസ്റ്റർ അല്ലേ, അപ്പോൾ നിനക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്താലും ഞങ്ങൾക്ക് മതി വരത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ സംസാരിക്കാൻ തുടങ്ങും. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ ജിയോങ്ങിൻ്റെ സ്വഭാവം മാറുന്ന പോലെ വന്നിട്ട് അവൻ്റെ കയ്യിലൊരു ഇഞ്ചക്ഷൻ എടുത്ത് അവളുടെ കഴുത്തിലായിട്ട് കുത്തിയിറക്കും. എന്നിട്ട് പറയും, നിന്നെ ഇപ്പോൾ വിളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്, നീ സേഫായിട്ട് പോയിട്ട് വരണോ എന്ന്. ഇവിടെയായിട്ട് ജിയോങ് ആണെങ്കിൽ അവളെ പറഞ്ഞു വിടുന്നത് തന്നെ ആ സയൻറ്റിസ്റ്റിൻ്റെ ആ ഒരു പള്ളിയിലായിട്ടായിരുന്നു. ഇവിടെയായിട്ട് അവൻ പറയും, അവൾക്ക് നല്ല പവറുണ്ട്, അതുകൊണ്ട് അവളുടെ ഹാർട്ട് റേസാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്, അവൾക്ക് ഇപ്പോൾ നല്ല മയക്കം കാണും, ആ മയക്കം കാണുന്നത് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ നമ്മളുടെ ചേനിനെ അങ്ങ് പറഞ്ഞു വിടും. ഇത് ഭയങ്കര വലിയ ട്വിസ്റ്റ് ആയിരുന്നു, ആരും ഇത് എക്സ്പെക്റ്റ് ചെയ്യത്തില്ല.
ഇവിടെയായിട്ട് നമ്മളുടെ ജിയോങ്ങിനായിരുന്നാലും അവൻ്റെ കയ്യിൽ അവൻ്റെ സ്വന്തം ഫയൽ കിട്ടും. അതിനകത്ത് അവൻ്റെ പേരൻസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മളുടെ സോങ് ആയിരുന്നാലും കാണും. അവനിതൊക്കെ കണ്ടിട്ട് നല്ലതുപോലെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അവനിത് വിശ്വസിക്കാനേ പറ്റത്തില്ല, ജിയോങ് തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ആ ലാബാണ്. ആ ലാബിലായിട്ട് മറ്റേ ആ വണ്ടർ കിഡ്സ് ഇല്ലേ, അവരത്തെല്ലാം അവിടുത്തെ പ്രൊഫസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ താഴോട്ട് വരരുത്, നിങ്ങൾ മുകളിൽ തന്നെ ഇരിക്കണം എന്ന്. ഇവർക്കിത് കേൾക്കുന്നേ നല്ല ഡൗട്ട് തോന്നിയിട്ടുണ്ട്. അവർ തന്നെ വിചാരിക്കും എന്നാലും എന്തായിരിക്കും പാപ്പയെ അങ്ങനെ പറയാനുള്ള റീസൺ എന്ന്. അതേസമയം തന്നെ നമ്മളുടെ ചെയിനീനെ അവിടെ ആ ഒരു എക്സ്പെരിമെൻ്റ് നടത്തുന്ന സ്ഥലത്തായിട്ട് കൊണ്ടുവരും. ഇവരവളുടെ കണ്ണൊക്കെ തുറന്നു നോക്കും. ഇവളെ പാതി മയക്കത്തിലാക്കി വെക്കുക ചെയ്യുന്നത്. ഓൾറെഡി നമ്മുടെ ജിയോങ് ആയിരുന്നാലും ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്, അവളുടെ ഹാർട്ട് ബീറ്റ് കൂടാനുള്ള സ്ഥിതി നിങ്ങൾ ഉണ്ടാക്കരുത്, അങ്ങനെയാണെങ്കിൽ അവൾ ടെലിപ്പോർട്ടായി പോകുമെന്ന്. അതുകൊണ്ട് തന്നെ അവരതിൻ്റെ പേരിലുള്ള ഇഞ്ചക്ഷനൊക്കെ നമ്മുടെ ചെയിനിയുടെ ദേഹത്തായിട്ട് കുത്തി വയ്ക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ചെയിനിയാണെങ്കിൽ ചാടി എഴുന്നേക്കും. അവൾക്ക് മനസ്സിലാവും ഇവളെ എന്തൊക്കെയോ അവർ ചെയ്യാൻ പോവുക, അവളുടെ ദേഹത്ത് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ നോക്കുന്നത് എന്ന്. പെട്ടെന്ന് തന്നെ അവൾ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് ദൂരോട്ട് മാറി നിന്ന് അവളുടെ പോക്കറ്റിൽ കൈയിട്ട് നോക്കുമ്പോൾ അവളുടെ കയ്യിലായിട്ട് ഒരു കോഫിയുടെ സാഷേ ഉണ്ടായിരുന്നു. ഇത് കാണുന്നത് നമ്മളുടെ ചെയിനി വേറൊന്നും നോക്കത്തില്ല, പെട്ടെന്ന് തന്നെ അതെടുത്തങ്ങ് കുടിക്കും. എന്നാൽ നമ്മളുടെ ജിയോങ് ആയിരുന്നാലും ഈ പ്രൊഫസറിൻ്റെ അടുത്തും ആൾക്കാരടുത്തും പറഞ്ഞിട്ടില്ല അവൾക്ക് കോഫി കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഹാർട്ട് ബീറ്റ് കൂടുമെന്ന്. അവരതുകൊണ്ട് അത് മൈൻഡ് ചെയ്യത്തില്ല. ആ സെക്കൻഡിൽ തന്നെ നമ്മുടെ ചെയിനി അവിടെ നിന്ന് ടെലിപ്പോർട്ടായി പോവുകയും ചെയ്യും. അവൾ വരുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ജിയോങ്ങിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അതേസമയം തന്നെ ജിയോങ് ആയിരുന്നാലും അവൻ്റെ പ്രൊഫൈൽ എടുത്തു വെച്ച് നോക്കുമായിരുന്നു. അവൻ്റെ യഥാർത്ഥ പേരെന്താണ്, അവൻ്റെ അമ്മ ആരാണ്, അവൻ്റെ സ്വപ്നത്തിൽ എപ്പോഴും ഒരു ലേഡി വരും, അതുതന്നെയാണോ അവൻ്റെ അമ്മ, ഇതെല്ലാം അവൻ്റെ ഉള്ളിൽ ആൻസർ കിട്ടാത്ത ചോദ്യങ്ങളാണ്. അവനെ ഇങ്ങനെ പരീക്ഷണമൊക്കെ നടത്തിയാണ് അവനിതെല്ലാം മറന്നുപോയത്. അതേസമയം തന്നെ നമ്മുടെ ചെയിനി വന്നിട്ട് അവൻ്റെ കോളറിൽ പിടിച്ചിട്ട് ചോദിക്കും, എന്നാലും നിങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഞാൻ നിങ്ങളെ എന്തുമാത്രം ട്രസ്റ്റ് ചെയ്തതാ. അല്ല, നിങ്ങൾ എന്തിനാ എൻ്റെ പോക്കറ്റിലായിട്ട് ആ കോഫി പാക്കിൻ്റെ സാഷ എടുത്തിട്ടത്? അതുകൊണ്ടാണല്ലോ എനിക്കിപ്പോൾ ടെലിപ്പോർട്ടായി വരാൻ പറ്റിയത്. ഒരേ സമയം തന്നെ നിങ്ങൾ എന്നെ ചതിക്കാനും നോക്കി, അതേപോലെ തന്നെ രക്ഷിക്കാനും നോക്കി. എനിക്ക് നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് കൂടി മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ചെയിനി അവിടുന്ന് കരഞ്ഞുകൊണ്ട് പോകും. അവൾ ആ സെക്കൻഡിൽ തന്നെ അവിടുന്ന് ടെലിപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. അവിടെയായിട്ട് നമ്മളുടെ ജിയോങ്ങിൻ്റെ മുഖത്തായിട്ട് അവളുടെ ഒരു കണ്ണുനീര് വന്ന് വീഴും. എന്നാൽ അവൾ ടെലിപ്പോർട്ടായിട്ട് തിരിച്ചു വരുന്നത് വേറെ എവിടെയല്ല, ആ എക്സ്പെരിമെൻ്റ് നടക്കുന്ന ആ ലാബില്ലേ അവിടെ തന്നെ. അവിടെ എത്തുന്നേ അവൾ പറയും, എൻ്റെ മൂക്ക് എന്താ ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. അതായത് നമ്മളുടെ ജിയോങ്ങിൻ്റെ കവിളിലായിട്ട് വീണത് അവളുടെ കണ്ണുനീരായിരുന്നില്ല. അതിനുശേഷം കാണിക്കുന്ന ആ സെക്കൻഡിൽ തന്നെ അവിടെയായിട്ട് നമ്മളുടെ ആ സയൻറ്റിസ്റ്റില്ലേ, അയാൾ നമ്മളുടെ ചെയിനീനെ ഒരു ഇഞ്ചക്ഷൻ വെച്ചിട്ട് അപ്പോഴും തന്നെ മയക്കി കിടത്തുന്നതാണ്. എന്നിട്ട് അവൾക്ക് ബോധം വരുമ്പോൾ ഈ പ്രൊഫസർ വന്നിട്ട് പറയും, എന്തായിരുന്നാലും നിന്നെ ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ പോവാ, നിൻ്റെ കയ്യിലായിട്ട് നിനക്ക് സ്വന്തമല്ലാത്തൊരു സാധനമുണ്ട്, അത് ഞങ്ങൾ അങ്ങ് എടുക്കുക എന്ന് പറയും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ മിസ്റ്റർ സോങ്ങിനെയാണ്. അയാളാണെങ്കിൽ അയാളുടെ ഫാമിലിയിലായിട്ട് ഭയങ്കര ടെൻഷനായിട്ട് വന്നിട്ട് പറയും, നമുക്കിവിടെ നിന്ന് എങ്ങനെയെങ്കിലും സ്ഥലം കാലിയാക്കാൻ, നമുക്കിവിടെ നിൽക്കേണ്ട, ഈ സ്ഥലം കൊള്ളത്തില്ല എന്ന്. എന്നാൽ നമ്മളുടെ മിസ്റ്റർ സോങ് പറയുന്നത് അവൻ്റെ വൈഫ് കേൾക്കാനേ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അവൾ പറയും, നിങ്ങൾക്ക് പ്രാന്താ, നിങ്ങൾ പറയുന്നതും കേട്ട് നിങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും വഴിയാധാരമായി പോകുമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്നങ്ങ് പോവും. എന്നാൽ നമ്മുടെ മിസ്റ്റർ സോങ് ആണെങ്കിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് തന്നെ, നീ ആണെങ്കിൽ ആ ചർച്ചുകാരുമായിട്ട് വലിയ കമ്പനിയൊന്നും വെക്കേണ്ട, അവരാരും കൊള്ളത്തില്ല എന്നൊക്കെയാണ്. എന്നാൽ അവൻ്റെ വൈഫാണെങ്കിൽ ഇതൊന്നും കേൾക്കാൻ റെഡിയാവത്തില്ല. അവരവിടുന്ന് ആ സെക്കൻഡിൽ തന്നെ റൂമിലായിട്ട് കയറി കതകം അടയ്ക്കും. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ മുത്തശ്ശീനെയാണ്. മുത്തശ്ശിയാണെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, എന്തായിരുന്നാലും ഇനി വെറുതെ ഇരിക്കാൻ ഞാൻ ഒട്ടും ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ ഇതിന് വേണ്ടിയിട്ട് പോരാടുക തന്നെ ചെയ്യുമെന്ന്. അങ്ങനെ അവരാണെങ്കിൽ അവരുടെ അസിസ്റ്റൻ്റായിട്ടുള്ള ആ ചെറുക്കനില്ലേ, അവനെ വിളിച്ചിട്ടാണെങ്കിൽ പറയും, നീ ആണെങ്കിൽ ഒരു ചെയർമാൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് തപ്പിയെടുത്ത് തരണം എന്ന്. അതേപോലെ തന്നെ അവരാണെങ്കിൽ നമ്മളുടെ റോബിനെ കാണാൻ വേണ്ടിയിട്ട് വരും. എന്തിനാന്ന് വെച്ചാൽ ചേനിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇവിടെ വെച്ചിട്ട് നമ്മളുടെ റോബിനും അതേപോലെ മുത്തശ്ശിക്കും മനസ്സിലാവും ചേനി ഇപ്പോൾ മിസ്സിങ്ങാ എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ മുത്തശ്ശിയായിരുന്നാലും ഒരുപാട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അവരെങ്ങനെ പവർഫുള്ളായിട്ടുള്ള ഒരു ചെയർമാനെ കാണാൻ വേണ്ടിയിട്ട് വരും. എന്നാൽ അയാൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഇതേ സമയം തന്നെ നമ്മുടെ മുത്തശ്ശിയുടെ വലങ്കയായിട്ടുള്ള ആ ചെറുക്കനില്ലേ, അവ സെർച്ച് ചെയ്തിട്ട് പറയും, അതായത് ആ ചെയർമാൻ എന്ന് പറഞ്ഞ ആളാണെങ്കിൽ മറ്റേ ആ പള്ളിയിലായിട്ട് പോയിട്ടുണ്ട്, അയാൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന്. ഇവിടെയായിട്ട് നമ്മുടെ മിസ്റ്റർ സോങ് ആയിരുന്നാലും റോബിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ചേനീനെ ആ പള്ളിയിലുള്ള ആൾക്കാർ പിടിച്ചുകൊണ്ട് പോയി എന്ന്. ഇതിൻ്റെ പിന്നിലായിട്ട് നമ്മളുടെ ആ മാസ്റ്റർ എന്ന് പറഞ്ഞ് നടക്കുന്ന ആ ജിയോങ് തന്നെയാണ്. എന്നാൽ നമ്മുടെ റോബിൻ അത് വിശ്വസിക്കാനേ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അവൻ പറയും, ഞാൻ നീ പറയുന്നത് വിശ്വസിക്കത്തില്ല. എന്നാൽ നമ്മുടെ സോങ്ങിൻ്റെ കയ്യിലായിട്ട് ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമുണ്ടല്ലോ, അവൻ എപ്പോഴൊക്കെ കള്ളം പറഞ്ഞാലും അവൻ്റെ കൈ എവിടെയെങ്കിലും ഒട്ടിപ്പിടിക്കും. അവൻ അങ്ങനെ ഒരു സാധനം എടുത്തിട്ട് കാണിക്കും, കണ്ടില്ലേ എൻ്റെ കൈ ഒട്ടിപ്പിടിക്കുന്നില്ല, അതിൻ്റെ അർത്ഥം ഞാൻ പറയുന്നത് സത്യം തന്നെ, ഞാൻ എൻ്റെ
എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ എന്ന് പറയും. ഇവിടെയായിട്ട് നമ്മളുടെ റോബിനായിരുന്നാലും ഭയങ്കര ഇമോഷണൽ ആയിട്ടുണ്ടായിരുന്നു. അവനവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേനിയാണ് എൻ്റെ ഒരേ ഒരു ബെസ്റ്റ് ഫ്രണ്ട്. പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തായിരുന്നാലും എന്നെ എല്ലാവരും ബുള്ളി ചെയ്യുമായിരുന്നു. അപ്പോഴും നമുക്ക് കുറച്ച് ഫ്ലാഷ് ബാക്ക് ഒക്കെ കാണിക്കും. അവിടെയായിട്ട് നമ്മുടെ ചേനി മാത്രമാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ അടുത്ത് മിണ്ടയും എൻ്റെ കൂടെ കൂട്ടുകൂടുകയൊക്കെ ചെയ്തത്. അതുകൊണ്ട് അവൾക്കൊരാപത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ വെറുതെ നോക്കിയിരിക്കത്തില്ല, ഞാനത് റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും. അവളെ എന്ത് വില കൊടുത്തിട്ടും ഞാൻ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ വരുന്ന വേറെ എങ്ങോട്ടുമല്ല, നമ്മളുടെ ജിയോങ് വർക്ക് ചെയ്യുന്ന ഓഫീസില്ലേ അവിടെയായിട്ടാണ്. വന്ന് നോക്കുമ്പോൾ അവിടെയുള്ള സ്റ്റാഫ് പറയും ജിയോങ് റിസൈൻ ചെയ്ത് പോയി എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ റോബിൻ വേറൊന്നും നോക്കത്തില്ല, നേരെ അവൻ്റെ വീട്ടിലായിട്ടാണ് വരുന്നത്. ഇവിടെയായിട്ട് നമ്മുടെ ജിയോങ്ങും അതേപോലെ റോബിനും തമ്മിൽ ഭയങ്കര വലിയൊരു ഫൈറ്റ് തന്നെ നടക്കും. രണ്ടുപേരും അവരവരുടെ പവേഴ്സ് നല്ലതുപോലെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് ജിയോങ്ങിനെ നമ്മളുടെ ചേനിയുടെ മുത്തശ്ശി വിളിച്ചിട്ട് പറയും എനിക്ക് നിന്നെ ഒന്ന് കാണണോ എന്ന്, നീ എന്തായിരുന്നാലും എന്നെ കാണാൻ വേണ്ടി നേരിട്ട് വരണം. അങ്ങനെ നമ്മളുടെ ജിയോങ് ആണെങ്കിൽ ചേനിയുടെ വീട്ടിലായിട്ട് വരും. എന്നിട്ട് അവളുടെ റൂമിലൊക്കെ കയറി നോക്കും. ഇവിടെയായിട്ട് നമ്മുടെ ചേനി ആയിരുന്നാലും വിസിറ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളുടെ വലിയൊരു ലിസ്റ്റ് തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കാണുന്നേ നമ്മളുടെ ജിയോങ്ങിന് നല്ല കുറ്റബോധം അടിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ മുത്തശ്ശി വിളിച്ചിട്ട് മുത്തശ്ശിയുടെ കൂടെ ഡിന്നർ കഴിക്കാതിരിക്കുന്നതാ. ഇവിടെയായിട്ട് മുത്തശ്ശിയായിരുന്നാലും നമ്മളുടെ ജിയോങ്ങിൻ്റെ മുമ്പിലായിട്ട് ഓരോരോ ഡിഷസ് എടുത്ത് വെക്കും. എന്നിട്ട് പറയും ഇതെല്ലാം ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുന്നത്, ഞാൻ നിന്നോട് സോറി പറയാൻ ആഗ്രഹിക്കുന്നു. അന്ന് ആ കുട്ടികളുടെ ദേഹത്ത് ആ എക്സ്പെരിമെൻ്റ് നടത്തിയില്ലേ, അപ്പോൾ പൈസ എല്ലാം കൊടുത്തത് ഞാൻ തന്നെയാണ്. എന്നോട് നീ ക്ഷമിക്കണം, അന്ന് ഞാൻ എൻ്റെ ഒരബദ്ധത്തിൽ ചെയ്തതാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് എന്ത് ശിക്ഷ അനുഭവിക്കാൻ റെഡിയാണെന്നൊക്കെ നമ്മളുടെ ചേനിയുടെ മുത്തശ്ശി പറയും. ഇവിടെയാണെങ്കിൽ നമ്മളുടെ ജിയോങ് ആയിരുന്നാലും അവർക്ക് മാപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ജിയോങ്ങിന് നല്ല കുറ്റബോധമുണ്ട്. അവൻ പറയും യഥാർത്ഥത്തിൽ ഞാനാണെങ്കിൽ ഭയങ്കര സെൽഫിഷ് ആയതുകൊണ്ടാണ് ചേനിനെ അവർക്ക് കൈമാറിയത്. എന്നാൽ എന്നെ നല്ലതുപോലെ വാല്യൂ ചെയ്യുന്ന എനിക്കിഷ്ടമുള്ള ആൾക്കാരെ ചതിക്കാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് വില കൊടുത്തിട്ടായിരുന്നാലും ചേനിനെ രക്ഷിക്കൂ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അവനും റോബിനും മിസ്റ്റർ സോങ്ങും കൂടി സംസാരിക്കുന്നതാണ്. ഇവിടെയായിട്ട് നമ്മളുടെ ജിയോങ് പറയും നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ എന്തായിരുന്നാലും ചേനിനെ രക്ഷിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ കൂടെ കൂടണമെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ കൂടെ വരാം എന്നും പറഞ്ഞിട്ട് അവർ ഈ 3 പേരും കൂടി ഓരോ പ്ലാനൊക്കെ റെഡിയാക്കും. കൂട്ടത്തിൽ തന്നെ നമ്മളുടെ മുത്തശ്ശീനെ വിളിച്ചിട്ടായിരുന്നാലും പറയും എനിക്ക് കുറച്ചധികം ആൾക്കാരുടെ ആവശ്യമുണ്ട്, അവരെ എല്ലാം പിടിച്ചിരുത്തി ആ ഒരു പള്ളിയുടെ മുമ്പിലായിട്ട് നിങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പറയണം എന്ന്. അങ്ങനെ നമ്മളുടെ ചേനീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജിയോങ്ങും അവൻ്റെ ടീമും കൂടി ചേർന്ന് അങ്ങോട്ടേക്ക് പോകാനൊരുങ്ങും. ഇവിടെയായിട്ട് നമ്മളുടെ മുത്തശ്ശിയുടെ വലങ്കയായിട്ടുള്ള ചെറുക്കനില്ലേ, അവനാണ് എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്യുന്നത്. അവൻ നമ്മളുടെ ജിയോങ്ങിനെ കാണുന്നതും അവൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ട് പറയും എന്തായിരുന്നാലും ഞാൻ നിൻ്റെ അടുത്ത് ഒരുപാട് കടപ്പെട്ടവനാണ്. ഞാനും എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന കുട്ടികളിൽ ഒരാളായിരുന്നു. എന്നാൽ എൻ്റെ ദേഹത്തായിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നീ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവിടെയെല്ലാം തീ പിടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ രക്ഷപ്പെട്ട് ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ചേനീനെയാണ്. ഇവിടെയായിട്ട് നമ്മളുടെ ആ ഡോക്ടർ ആയിരുന്നാലും ചേനിയുടെ ദേഹത്തായിട്ട് നല്ലതുപോലെ കീറി എക്സ്പെരിമെൻ്റൊക്കെ നടത്താൻ പോവുമായിരുന്നു. ഇവിടെയായിട്ട് ഭയങ്കരമായിട്ട് ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ആ പെണ്ണില്ലേ, അവളാണെങ്കിൽ നമ്മളുടെ ചെയിൻ എടുത്ത് സംസാരിക്കുന്നുണ്ട്. നീ വലുതായിട്ട് റിയാക്ഷൻ ഒന്നും കൊടുക്കണ്ട, നീ ഇവിടെ അടങ്ങിക്കിടക്കണം, എന്നാൽ മാത്രമേ ഞങ്ങളെപ്പോലുള്ള എല്ലാ കുട്ടികളെയും രക്ഷിക്കാൻ പറ്റത്തുള്ളൂ എന്ന്. ഇവിടെയായിട്ട് നമ്മുടെ ചെയിനിയായിരുന്നാലും വിചാരിക്കും അയ്യോ എന്നെ കാരണം ജിയോങ്ങിനെ രക്ഷിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതെന്തുകൊണ്ടും നല്ലൊരു കാര്യമല്ലേ. അവൻ്റെ അമ്മയുടെ ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ടാണ് എന്നെ ഇവർക്ക് കൈമാറിയതെങ്കിൽ എനിക്ക് അവൻ്റെ അടുത്ത് ദേഷിക്കാനുള്ള അധികാരവും ഇല്ലാണ്ടായല്ലോ എന്നും പറഞ്ഞിട്ട് അവൾ നല്ലതുപോലെ സങ്കടപ്പെടും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഈ പ്രൊഫസറിൻ്റെ തന്നെ മൂത്ത മോളായിട്ടുള്ള ആ ചെവി കേൾക്കാത്ത ഹിപ്നോട്ടൈസ് ചെയ്യുന്ന പെണ്ണില്ലേ, അവളെയാണ്. അവൾക്കിപ്പോൾ അവളുടെ അച്ഛൻ്റെ കാര്യത്തിൽ നല്ല ഡൗട്ടൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ അതിലേ പോകുന്നതും അവൾ അയാളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ അത് അയാളുടെ വർക്ക് ആവുന്നേ ഉണ്ടായിരുന്നില്ല. ഇത് കാണുന്നേ നമ്മളുടെ ആ പെണ്ണാണെങ്കിൽ നല്ലതുപോലെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അവൾ വിചാരിക്കും എന്നാലും എന്തായിരിക്കും ഇത് വർക്കാവാത്തത് എന്ന്. ഇവിടെയായിട്ട് അയാളായിരുന്നാലും പറയുന്നുണ്ട് മോളെ, നിന്നെ ഞാൻ എന്തുമാത്രം വാല്യൂ ചെയ്തിരുന്നത്, നീ നിൻ്റെ സ്വന്തം അച്ഛനെ തന്നെ ഇങ്ങനെ സംശയിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവാൻ പോകുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിനക്ക് നല്ല പ്രയോറിറ്റി തരുന്നില്ലേ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഇനി മേലെ ഇത് ആവർത്തിക്കരുത് കേട്ടോ. ഇത്രയും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്നങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ജിയോങ്ങിനെയും മിസ്റ്റർ സോങ്ങിനെയും അതേപോലെ റോബിനെയാണ്. നമ്മുടെ മിസ്റ്റർ സോങ് ആണെങ്കിൽ വലിയ പവേഴ്സ് ഒന്നും കയ്യിലില്ലാത്തതുകൊണ്ട് അവൻ 2 വലിയ വിഷറി പോലത്തെ 2 കമ്പ് പോലത്തെ സാധനം എടുത്തിരിക്കുന്നത്. അത് കുറച്ച് വലുതായിരുന്നു. ഇവരാണെങ്കിൽ അണ്ടർഗ്രൗണ്ട് വഴിയൊക്കെ എങ്ങനെയെങ്കിലും നുഴഞ്ഞു കയറാൻ നോക്കുമ്പോൾ എപ്പോഴും ഒരു വില്ലനായിട്ട് നിൽക്കുന്ന അവനെടുത്ത ഈ സാധനങ്ങൾ തന്നെയാണ്. അതിനുശേഷം കാണിക്കുന്ന അവരെങ്ങനെയെങ്കിലൊക്കെ അകത്ത് കയറിയതിന് ശേഷം ആൾക്കാരെ ഓരോരുത്തരായിട്ട് താഴേന്ന് മുകളിലോട്ട് കൊണ്ടുവന്ന് അവരെ ഓരോന്നൊക്കെ ചെയ്ത് ബോധം കെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മുമ്പിലുള്ള ആ ഒരു തടസ്സം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാറി മാറി പോകുമായിരുന്നു.
അതിനുശേഷം കാണിക്കുന്ന നമ്മളുടെ ഷെയ്നിനെയാണ്. അവളാണെങ്കിൽ നല്ല സമാധാനത്തിൽ കിടക്കുക. അവളുടെ ആ ഒരു ഹൃദയവും ബ്ലഡും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ രക്ഷിക്കാമല്ലോ എന്ന് ആലോചിച്ചിട്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തായിട്ട് ഒരു വയസ്സായ കിളവനെ കൊണ്ടുവന്ന് കിടത്തും. ഇയാളെ കാണുന്നത് നമ്മുടെ ഷെയ്നി നല്ലതുപോലെ ഞെട്ടിപ്പോവും. ഇയാളെ കാണുന്നത് അവൾ ചോദിക്കും, ഇയാളെ എന്തിനാ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുന്നേ എന്ന്. ഇവിടെയായിട്ട് നമ്മുടെ പ്രൊഫസറായിരുന്നാലും പറയുന്നുണ്ട്, നിന്റെ ഹൃദയം എടുത്ത് അയാൾക്ക് വെച്ചു കൊടുക്കാനാ. അയാൾ ജീവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഫലങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന്. ഇത് കേൾക്കുന്നതും ഷെയ്നി നല്ലതുപോലെ ഞെട്ടിപ്പോവും. അവൾ ചോദിക്കും, നിങ്ങൾ ഈ കാണിക്കുന്ന ചതിയല്ലേ? എന്നാൽ അയാൾ പറയും, ഈ ചതിയിലും വഞ്ചനയോടൊക്കെ തന്നെയാണ് ഈ ലോകം ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത്. അല്ലാണ്ട് എപ്പോഴും സത്യസന്ധരായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കത്തില്ല എന്ന്. ഇത്രയും പറഞ്ഞിട്ട് നമ്മളുടെ ഷെയ്നിയെ മയക്കുമരുന്ന് വെച്ചിട്ട് ഉറക്കാൻ വേണ്ടിയിട്ട് നോക്കും. അവളുടെ ഹാർട്ട് ബീറ്റ് ഇപ്പോഴും നോർമലായിരുന്നു. ഇതേ സമയം തന്നെ അവിടെയായിട്ട് നല്ലതുപോലൊരു പവർ കട്ടങ്ങ് ഉണ്ടാവും. ഇത് കാണുന്നേ നമ്മുടെ ഷെയ്നിക്ക് മനസ്സിലാവും അവിടെയായിട്ട് നമ്മുടെ ജിയോങ്ങൻ ടീമും എത്തിയിട്ടുണ്ട് എന്ന്. അതേപോലെ തന്നെ സംഭവിക്കും. ഇവർ 3 പേരൂടി വന്നിട്ട് നമ്മളുടെ ഷെയ്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അതേസമയം തന്നെ ഷെയ്നിയുടെ അവസ്ഥ ഭയങ്കര മോശമായിരുന്നു. അവളെ ആയിരുന്നാലും അവിടെയുള്ള ആൾക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി തട്ടി പന്ത് കളിക്കുന്നത് പോലെ ആക്കിക്കൊണ്ടിരിക്കും. എന്നാൽ അവൾക്ക് നല്ലതുപോലെ ബോധവും ഒന്നും വന്നിട്ടില്ല. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജിയോങ് ആണെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് തന്നെ നമ്മളുടെ ഷെയ്നിയുടെ അടുത്ത് വന്നിട്ട് അവൾക്കൊരു കിസ് അങ്ങ് കൊടുക്കുന്നതാണ്. അവൻ കിസ് കൊടുത്തതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്ന് വെച്ചാൽ നമ്മുടെ ഷെയ്നിയുടെ ഹാർട്ട് ബീറ്റ് നല്ലതുപോലെ ഇടിക്കണം. എന്നാൽ മാത്രമല്ലേ അവൾ ടെലിപ്പോർട്ടായിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ. ആ സെക്കൻഡിൽ തന്നെ നമ്മളുടെ ഷെയ്നി ഇവിടുന്ന് ടെലിപ്പോർട്ടായി പോവുകയും ചെയ്യും. അവളാണെങ്കിൽ എത്തുന്നത് തന്നെ നമ്മുടെ റോബിൻ്റെ വീട്ടിലായിട്ടായിരുന്നു. അവിടെ വന്നിട്ട് അവൾ വേണ്ട സാധനങ്ങളെല്ലാം എടുക്കും. അതേപോലെ തന്നെ ജിയോങ്ങിനും എന്തൊക്കെയാണോ ആവശ്യം അതെല്ലാം പറക്കിയെടുക്കാനൊരുങ്ങും. അവൾ വിചാരിക്കും, എന്തൊക്കെയായിരുന്നാലും ഞാനിവിടെ വെറുതെ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ മാസ്റ്ററിനെ രക്ഷിക്കാൻ പോയേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞ് കുറച്ച് കോഫിയുടെ ആ ഒരു സാഷേസും കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൾ ടെലിപ്പോർട്ടായി വേഗം തന്നെ അവൻ്റെ അടുത്തോട്ട് വരാനൊരുങ്ങും. അവൾ സ്വന്തമായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. എന്നാലും ആ പ്രൊഫസർ എൻ്റെ അടുത്ത് എന്തായിരുന്നു പറഞ്ഞത്, ഞാനാണെങ്കിൽ വെറും വേസ്റ്റ് ആണെന്നല്ലേ, അവന് ഞാൻ പ്രൂവ് ചെയ്ത് കൊടുക്കാം ഞാൻ വേസ്റ്റ് ആണോ അല്ലയോ എന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവൾ അവിടുന്ന് ടെലിപ്പോർട്ട് ആവാൻ ശ്രമിക്കും. അതിനുശേഷം കാണിക്കുന്ന നമ്മളുടെ ജിയോങ് ആണെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള അവൻ്റെ ഓപ്പോസിറ്റുള്ള വേറൊരുത്തനില്ലേ, അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നതാണ്. രണ്ടുപേരും ഒരു റൂമിൽ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ വലിച്ചെറിയാൻ തുടങ്ങും. ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.